അതെ, എന്തുട്ട പരിപാടി? കർക്കിടക മാസം കഴിഞ്ഞിട്ട് കർക്കിടക കഞ്ഞിയുടെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇന്നൊരു കർക്കിടക കഞ്ഞിയുടെ വീഡിയോ ആണ്. ഇത് കണ്ടംകുളത്തി കർക്കിടക കഞ്ഞിയുടെ കിറ്റാണ്. ഇവിടെ നല്ല അത്യാവശ്യം ഫേമസ് കഞ്ഞിയുടെ കിറ്റാണ്. ഇതിൽ ചേർത്തിട്ടുള്ള ചേരുവകളൊക്കെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ടുവന്ന വശം തന്നെ പാക്കറ്റ് ഒക്കെ പൊട്ടിച്ചു നോക്കിണ്ടായിരുന്നു. ഇതൊരു അൺബോക്സിംഗ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇത് 7 ദിവസം ഒരാൾക്ക് കഴിക്കാനുള്ള കിറ്റാണ്. ഇതിന്റെ ചേരുവകളൊക്കെ 7 പാക്കറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത്. ഇതാണ് അതിന്റെ ഉള്ളിലത്തെ ഫുൾ പാക്കറ്റ്. 150 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നാണ് ഇതിന്റെ അത് എഴുതിയിട്ടുള്ളത്. ഞങ്ങൾ എല്ലാ കൊല്ലം ഈ കിറ്റ് തന്നെ വാങ്ങിക്കാറ്. ഇതിലത്തെ ആദ്യത്തെ 7 പാക്കറ്റ് പച്ചമരുന്നും ചൂർണ്ണാണ്. അത് 7 ദിവസത്തേക്കുള്ള 7 പാക്കറ്റ് ഉണ്ട് അതിന്റെ അകത്ത്. അടുത്ത പാക്കറ്റിലുള്ളത് പൊടിമരുന്ന ചൂർണ്ണാണ്. 7 പാക്കറ്റും കൂടിയിട്ട് 30 ഗ്രാമാ ഉള്ളത്. അടുത്ത പാക്കറ്റിൽ വരുന്ന ആശാളിയാണ്. അത് 7 പാക്കറ്റും കൂടിയിട്ട് 20 ഗ്രാമാ ഉള്ളത്. ലവ് ബേർഡ്സിന് കൊടുക്കുന്ന ചാമേരി പോലെയാണ് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ അടുത്ത് വരുന്ന നമ്മള് കറിക്കൊക്കെ ഉപയോഗിക്കണ ഉലുവയാണ്. അത് 20 ഗ്രാം തന്നെയാണ് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ അവസാനം വരുന്ന ഞവരേരി. അത് ശരിക്കും നെല്ലുത്തിയരിയുടെ പോലെ തന്നെ ഉണ്ട്. 400 ഗ്രാമാണ് അതിന്റെ അകത്തെ 7 പാക്കറ്റിൽ വരുന്നത്. കാണുമ്പോ കുറച്ചായിട്ട് തോന്നുള്ളൂ, പക്ഷെ 7 ദിവസം ഒരാൾക്ക് കഴിക്കാനുണ്ട്. പാക്കറ്റുകളൊക്കെ പൊട്ടിച്ചിട്ട് ഓരോ ബൗളിലേക്ക് ആക്കി വെച്ച് ഞങ്ങളിപ്പോ ഇത് ഒരുമിച്ചാട്ടാ വെക്കണത്. ഞങ്ങൾ തന്നെ 5-6 ആൾക്കാരുണ്ട്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തികയുണ്ടാവും. അച്ചാച്ചുള്ള സമയത്ത് മരുന്നുകളൊക്കെ അരച്ചിട്ടാണ് ഞങ്ങൾ കഞ്ഞി വെച്ചേർന്നത്. ഇപ്പൊ പിന്നെ എല്ലാവർക്കും മടിയാണ്, അപ്പൊ പൊടിയായിട്ട് വാങ്ങുകയാണ് ചെയ്യുക. ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് പച്ചമരുന്ന് പൊടി ഇട്ട് കൊടുക്കണം. അത് കഷായം വെക്കണ പോലെ തന്നെയാണ് ട്ടാ. പൊടി ഇട്ടിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് കഷായം കുറുക്കിയിടുന്ന പോലെ എടുക്കണം. അരിച്ചെടുത്തോളാട്ടാ, അല്ലെങ്കിൽ അതിന്റെ അകത്തൊക്കെ പൊടികളുണ്ടാവും. നമ്മൾ വെച്ച വെള്ളം പകുതിയെങ്കിലും വറ്റണം. അതിന്റെ മണവും കാണുമ്പോഴൊക്കെ കഷായം പോലെ തന്നെ തോന്നണത്. കയ്പുണ്ടാന്ന് ഞാൻ നോക്കിയില്ലാട്ടാ. മണം വന്നപ്പോഴേക്ക് കയ്പുള്ള പോലെ തന്നെ തോന്നണത്. അതിന്റെ പാത്രത്തേക്ക് അരിച്ചു വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. അരിയുടെ കൂടെ ആശാളി ഉലുവയും കൂടി ഇട്ടിട്ട് കഴുകി എടുക്കണം. ആശാളിയാണ് ഞാൻ ആദ്യം ഇടുന്നത്. അത് കാണുമ്പോ ശരിക്കും രാഗിപ്പുല്ല് പോലെ തന്നെ തോന്നണത്. അതിന്റെ ഒരു വെള്ള കളറാണ് ചാമേരി. എന്തായാലും അരിയൊക്കെ എടുത്തിട്ട് നന്നായിട്ട് വൃത്തിയിൽ കഴുകി എടുക്കുക. ഈ അരി കഴുകണ മൺചട്ടി ഞങ്ങൾ കുന്നംകുളത്തുനിന്ന് വാങ്ങിച്ചതാ. ഒരു ദിവസം കുന്നംകുളത്തേക്ക് പോയപ്പോ അവിടെ ചട്ടി വെക്കണ ഒരാളിരിക്കണ്ടായിരുന്നു. അയാളുടെ അടുത്താണ് കാണാൻ നല്ല ഭംഗിയുള്ള പാത്രങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുറച്ച് പാത്രങ്ങൾ വാങ്ങിച്ചു. മണ്ണിന്റെ ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളും വാങ്ങിച്ചു 2 ഗ്ലാസ്. നമ്മൾ നേരത്തെ കഷായം പോലെ ഉണ്ടാക്കിയത് ചെമ്പിലേക്ക് മാറ്റാട്ടാ. വിറകടുപ്പിലാണ് ഇട്ട വെക്കണത്. അതാണ് ഇത്ര പുക. ചെമ്പില് വെള്ളം ചൂടായിട്ട് തന്നെയൊക്കെ എടുക്കണത്. അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ധാന്യങ്ങൾ ഇട്ട് കൊടുക്കണം. ഇത് അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അത് കാരണമാണ് ചെമ്പിൽ വെച്ചത്. നല്ലോണം തീയൊക്കെ എത്തുമ്പോ വേഗം വെന്തോളും. അരി ഇട്ടതിന് ശേഷം അടി കൂട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോളൂ ട്ടാ. ഈ വിറകടുപ്പിന്റെ മുന്നിൽ നിൽക്കണ അത്ര വലിയ സുഖമുള്ള പരിപാടിയല്ല. കണ്ണിലും മൂക്കിലൊക്കെ പുക കയറിയിട്ട് ആകെ ഇരിഞ്ഞ്. ഇനി ഇത് അവിടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അടുപ്പിലുള്ള തീയൊന്ന് നന്നായിട്ട് കത്തിച്ചു കൊടുത്താൽ മതി. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണ്ടേട്ടെ, വെന്താ തിളച്ചാന്നൊക്കെ അറിയാലോ. തുറന്നു നോക്കിയപ്പോ നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഞങ്ങള് ചോറൊക്കെ വിറകടുപ്പിലാട്ട വെക്ക, വേഗം വെന്ത് കിട്ടാറുണ്ട്. അതിന്റെ ഇടയ്ക്ക് അരി ഒന്ന് കോരി നോക്കി. പൊടിയരി കഞ്ഞി വെക്കണ പോലെ ആയിട്ടുണ്ട് ഒന്ന് വെന്തിട്ട്. ഇനി ഇതിലേക്ക് അരച്ചു കൂട്ടാൻ വേണ്ടിട്ട് തേങ്ങ വേണം. അപ്പൊ നേരത്തെ തന്നെ തേങ്ങ ഒക്കെ ചിരക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചുകൊണ്ടൊന്നു. ചിലവരൊക്കെ തേങ്ങാപ്പാൽ ഒഴിക്കുക. ഞങ്ങള് തേങ്ങ അരച്ചിട്ട് വെക്കാറ്. തേങ്ങാപ്പാലിനെ കാട്ടി തേങ്ങ ഒഴിച്ച് നല്ല കട്ടി ഉണ്ടാവും. അരച്ചുകൊണ്ടുവന്ന തേങ്ങ ചെമ്പിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ തേങ്ങാപ്പാലും വെന്തിട്ടുള്ള അരിയും കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. ഞങ്ങള് പൊടിയിട്ട് ഉണ്ടാക്കുമ്പോ മഞ്ഞ കളറാ വരാറ്. ഇതിന് മഞ്ഞ കളറൊന്നും വന്നിട്ടില്ല. നെല്ലുത്തേരി കൊണ്ട് കഞ്ഞി വെക്കുമ്പോ ഉണ്ടാവണ കളറിനെ തോന്നുന്നത്. സാധാരണ മരുന്ന് കഞ്ഞിക്ക് മഞ്ഞ കളറാ ഉണ്ടാവാറ്. ഇതിനെന്താണ് ഇങ്ങനെ? നേരത്തെ വേറൊരു പാക്കറ്റിൽ ഒരു പൊടി മരുന്ന് ചൂർണ്ണ ഉണ്ടായിരുന്നില്ലേ, അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. അത് അരിയൊക്കെ വന്നതിന് ശേഷം ലാസ്റ്റ് അത്ര ഇട്ട് കൊടുക്കുക. ഞാൻ പൊടിയൊക്കെ കട്ട മാറാൻ വേണ്ടിട്ട് ഇളക്കി കൊടുത്ത്. ഇപ്പൊ കഞ്ഞി ഒരു വിധം സെറ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞങ്ങളോടെ പിന്നെ നെയ്യ് മെയിൻ ആയിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ഞങ്ങള് കുറച്ച് നെയ്യ് എടുത്തിട്ട് ടേസ്റ്റിന് ഒരു പാത്രത്തേക്ക് ഇട്ടു. അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുത്ത്. മരുന്ന് കഞ്ഞിയിൽ എല്ലാരും ഇത് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് അവിടെ വെച്ച് ചെമ്പീന്ന് കഞ്ഞി മറ്റൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാങ്ങിയിട്ടുള്ള ചട്ടിയോള്. ചെറിയ ഉരുളി പോലത്തെയാണ് ഒരെണ്ണം ഞാൻ വാങ്ങിയത്. കഞ്ഞി എന്തായാലും വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ പാത്രത്തിൽ എടുത്ത് മാറ്റി വെച്ച് അതിലേക്ക് മൂപ്പിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഒഴിച്ചു കൊടുത്ത്. പിന്നെ മരുന്ന് കഞ്ഞിയിൽ ഉപ്പിടില്ല എന്നാ പറയാ. ഞങ്ങൾക്ക് ഉപ്പില്ലാണ്ട് കഴിക്കാനൊന്നും പറ്റില്ലേ. ഞങ്ങൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോ അമ്മ അപ്പേക്കും കഞ്ഞിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. കാലത്ത് പോകുമ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വൈകുന്നേരത്ത് ചോറില്ലാന്ന് കഞ്ഞിയാന്ന്. മരുന്ന് കഞ്ഞി ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടം തന്നെ. അച്ഛമ്മയ്ക്ക് വലിയ താല്പര്യമില്ല. അത് കാരണം അച്ഛമ്മയ്ക്ക് മാത്രം വൈകുന്നേരത്ത് ചോറാക്കിയിട്ട് ഞങ്ങൾ കഞ്ഞി കുടിച്ച് കുറച്ച് മാമന്റെ അടിക്കും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അമ്മമ്മ അവിടുന്ന് വിളിച്ചു പറയണത് കുറച്ച് നെല്ലുത്തേരിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നു എന്ന്. ഇനിയിപ്പൊ അടുത്ത പ്രാവശ്യം ആവട്ടെ എന്ന് വിചാരിച്ച്. സ്കൂളിൽ നല്ല വിശന്നിട്ടാണല്ലോ വരുന്നത്. അത് കാരണം കയ്യും കാലും കഴുകി വേഗം കഞ്ഞി കുടിക്കായിരുന്നു. മരുന്നിന്റെ ചവർപ്പ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.